ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് എന്താ വെച്ചാൽ പഴം വരട്ടുക. അപ്പോൾ പഴം ഞാൻ ഇവിടെ എൻ്റെ വീട്ടിലെത്തി. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ റിലേറ്റീവ്സൊക്കെ വരുന്ന സമയത്ത് ഒരു വലിയ പഴക്കൊലയേറ്റ് വന്നു. അപ്പോൾ ഞങ്ങൾ കുറേ സ്നാക്സൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിച്ചു. പക്ഷേ ഏകദേശം എല്ലാവർക്കും മടുത്ത് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പഴം വരട്ടാമെന്ന്. അപ്പോൾ പിന്നെയും പായസമൊക്കെ ഉണ്ടാക്കി പിന്നെയും കഴിക്കാമല്ലോ. അപ്പോൾ പ്രഥമനാക്കി കഴിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴം വരട്ടിയത്. Come on, let's do that. So let's get into the video. ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മയ്ക്ക് കുറേ പൂച്ചക്കുട്ടികളുണ്ട്. അതിലൊരാളാണ്. ഇതിനൊക്കെ പേരൊന്നും ഇട്ടില്ല. ഇവിടെ അങ്ങനെ വരും, അമ്മ ഫുഡ് കൊടുക്കും. പിന്നെ അതുണ്ടോ അവിടെ ഒന്ന്, പിന്നെ അതാ ഇവിടെ ഒന്ന്. ഏകദേശം എത്ര പഴമുണ്ട്. അപ്പോൾ പഴം ഞാൻ നല്ല കഴുകി നല്ല കട്ട് ചെയ്ത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ആവി കൊള്ളിക്കാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് ഞാൻ 2 തട്ടിലായിട്ട് ഇത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെ തട്ടിലും ഉണ്ട്, അതേപോലെ ഈ ഇഡ്ഡലി ചെമ്പിലും ഞാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 15 പഴമെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഇതെല്ലാം ആവട്ടെ. ഇനി ആയിട്ട് ബാക്കി കാണിച്ചു തരാം. അങ്ങനെ ഏകദേശം നല്ല ആവി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് തുറന്ന് നോക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. പഴം ചൂടാറിയ ശേഷം തൊലി കളഞ്ഞ് നല്ല പീസാക്കി എടുത്തു. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വരട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് മാഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് മിക്സിയിലിട്ട് 2 ക്രിങ്. അപ്പോൾ ഇനി വരട്ടാൻ സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം തന്നെ നല്ല ചൂടായ പാനിൽ നല്ല നെയ്യ് ഒഴിച്ച ശേഷം അതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത പഴം കൂടി ചേർക്കാം. ഇനി ആ നെയ്യിൽ ആ പഴം ഒന്ന് വരട്ടി വരുന്ന സമയത്തേക്ക് നമ്മൾ ശർക്കര പാനിയാക്കി വെക്കണം. ശർക്കര നമ്മൾ എണ്ണം കണക്കാക്കണ്ട. നമ്മൾ എത്രയാണോ മധുരം അതിനനുസരിച്ച് ഓരോ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഈ വരട്ടിയത് നമുക്ക് റോ ആയിട്ടും കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കിയിട്ടും കഴിക്കാം. ആ പായസം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ മധുരം ആഡ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ ഇത് മാത്രം കഴിക്കുന്നവർക്ക് മധുരം ഒരു ബുദ്ധിമുട്ടാവില്ല. ശർക്കരപ്പാനി ആഡ് ചെയ്ത ശേഷം നമ്മൾ നല്ല വരട്ടി ആവശ്യത്തിന് നെയ്യും ചേർത്ത് നല്ല കൈ വിടാതെ ഇളക്കണം. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ അത് എടുത്ത് വെക്കാം. അപ്പോൾ ഇനി എപ്പോഴാണോ ഇഷ്ടം അപ്പോൾ കഴിച്ചോളൂ. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.